ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ലോകത്ത് ഒരു ഭീമമായ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ആരുടെയെങ്കിലും സ്വത്ത് സമ്പാദ്യത്തിൽ നിന്ന് മോഷ്ടിച്ചതിന്റെ പേരിലല്ല, ലോകത്ത് വനിത എന്ന നിലക്കൊരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിലല്ല, മറിച്ചുകൊണ്ട് തന്റെ ഹൃദയാന്തർഭാഗത്ത് ഏതൊരു സയ്യിദിന്റെ അടിമയാണെങ്കിൽ പോലും ഏതൊരു വിശ്വാസവും ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം ആ അടിമക്കുണ്ട്. അതേ സമയത്ത് ശരീരം മാത്രമാണ് അടിമയാകാറുള്ളത്. തന്റെ ഹൃദയം, തന്റെ മനസ്സ് ഏതാണോ നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആശയം പുൽകാൻ ലോകത്ത് ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഈമാൻ പുൽകിയ മാഷിത്ത റളിയല്ലാഹു അൻഹ മടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ അതാ കഠിനമായ ശിക്ഷ കൊടുത്തു. എന്നിട്ടും പറഞ്ഞു, മാഷിത്ത ഉക്ഫിരി ബില്ലാഹ്, നീ അല്ലാഹുവിനെ കൊണ്ട് നിഷേധിച്ചോ മാഷിത്ത, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടൊന്നും മാഷിത്ത മടങ്ങുന്നില്ല. എന്ത് ചെയ്തെന്നോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തനിക്ക് 2 പെൺകുട്ടികളെന്ന് ജീവിച്ചിരിപ്പുണ്ട്. 2 വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത മകളെ അതാ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, മാഷിത്ത, നീ മടങ്ങുന്ന പക്ഷം നിനക്ക് രക്ഷയുണ്ട്. ഇല്ലേ, നിന്റെ മകളെ നിന്റെ നെഞ്ചത്ത് വെച്ച് അറുകുല ചെയ്യപ്പെടും കേട്ടോ. നിന്റെ നെഞ്ചത്ത് വെച്ച് നിന്റെ മൂത്ത മകളെ ഇതാ ഉടനെ തന്നെ അറക്കാൻ പോവുകയാണ്. നീ മാറിക്കോ മാഷിത്ത, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, നിന്റെ മകളുടെ ജീവൻ രക്ഷപ്പെടുത്താം. ഉമ്മമാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നൊന്തു പെറ്റു വളർത്തിയ ഒരു കുഞ്ഞോമന മകളെ ഏതൊരു ഉമ്മാക്കാണ് സഹി വരിക? തന്റെ നെഞ്ചത്ത് വെച്ചൊരു കുഞ്ഞിനെ അറുക്കുക എന്നത് ഒരു ഉമ്മാക്ക് സഹിക്കുമോ? പക്ഷേ തന്റെ ഈമാനിന്റെ കടുകട്ടി കാരണം തന്റെ ഈമാൻ ഒരു നിലക്കും വ്യതിചലിച്ചുകൂടാ. ഞാനിന്നെന്റെ ഈമാനിൽ നിന്നങ്ങു മാറി നിന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഇന്ന് ഞാൻ ഇത്രയും പ്രയാസങ്ങൾ അങ്ങ് സഹിച്ചു പോയാലും നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വനിത ഈമാനിൽ അങ്ങ് ഉറച്ചു നിന്നപ്പോ അതാ തന്റെ മകളെ നെഞ്ചത്തേക്കങ്ങ് കിടത്തിയിട്ട് അതാ സൈന്യം വാള് വെക്കുകയാണ്, കടാര വെക്കുകയാണ്. ആ പിഞ്ചു പൈതലിന്റെ കഴുത്തിലേക്ക് കത്തിയങ്ങ് വെച്ചിട്ട് ചോദിച്ചു, മാഷിത്ത, അറുക്കാൻ പോവുകയാണ്, മടങ്ങാൻ നീ തയ്യാറുണ്ടോ? ഇല്ല ഇല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ ഉമ്മമാരെ തന്റെ പ്രിയപ്പെട്ട മകളെ അതാ ആ മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ നെഞ്ചത്തേക്ക് വെച്ച മകളുടെ കഴുത്തിലതാ കത്തി പ്രവഹിക്കുകയാണ്. ആ കുഞ്ഞിനെ അങ്ങ് അറുക്കുകയാണ്. ആ ഉമ്മയാകുന്ന മാഷിത്തായുടെ ശരീരത്തിലൂടെ രക്തം ഒലിക്കുകയാണ്. തന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാനാണ് അവിടുത്തെ നെഞ്ച് പിടപിടയുന്നുണ്ട്. തന്റെ പൊന്നോമന മകളെയല്ലേ ഈ അറുക്കുന്നത്? അറുത്തു കഴിഞ്ഞപ്പോഴും ചോദിച്ചു, മാഷിത്ത ഉക്ഫിരി ബില്ലാഹ്, നിനക്കു മടങ്ങാൻ സമയമുണ്ട്. നീ പെട്ടെന്ന് നിന്റെ ദൈവമാകുന്ന അല്ലാഹുവിനെ നിഷേധിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. ഇല്ലേ, നിന്റെ ആ ചെറിയ ചോര പൈതലില്ലേ, അതിനെ നിന്റെ വായിൽ വെച്ചറുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2ാമത്തെ മകളാകുന്ന ആ ചെറിയ ചോര പൈതല് സംസാരശേഷി പോലുമില്ലാത്ത
ആ പ്രിയപ്പെട്ട മോളെ അതാ കൊണ്ടുവരികയാണ്. അതിനേതാ നെഞ്ച് ചേർത്തങ്ങ് വായിലേക്കാക്കി വെച്ചുകൊണ്ട് ഫിർഔൻ പിന്നെയും ചോദിക്കുന്നു, കുഫ്രി ബില്ലാഹ് മാഷിതാ, നീ മടങ്ങാൻ തയ്യാറുണ്ടോ? നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഞാൻ ഇലാഹാണെന്ന് പ്രഖ്യാപിക്കാൻ നീ തയ്യാറുണ്ടോ? ആ സമയത്ത് മാഷിത്തായുടെ നെഞ്ച് പിടപിടക്കുകയാണ്. ആ ചെറിയ ചോര പൈതലിനെ നെഞ്ചത്തേക്ക് വെച്ചപ്പോൾ മൂത്ത മകളെ അവർ അറുകുല ചെയ്യപ്പെട്ടുപോയി. ഇനി സംസാരശേഷി പോലുമില്ലാത്ത, ഉമ്മ എന്നൊന്ന് വിളിച്ച് സങ്കടം പറയാൻ പോലും കഴിയാത്ത ആ പൊന്നു ചോരക്കിടാവിനെ അതാ നെഞ്ചത്ത് ചേർത്ത് വെച്ചങ്ങിടത്തുമ്പോൾ ആ ഉമ്മായുടെ നെഞ്ച് പിടക്കുകയാണ്. മഹദി ഒരു വേള ചിന്തിച്ചുപോയി, പടച്ചവനെ, ഈ പൊന്നും കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ എന്റെ വിശ്വാസമൊന്ന് മാറ്റി പറയണോ എന്ന് തന്റെ ഹൃദയത്തിൽ അങ്ങ് ചിന്തിച്ചപ്പോഴേക്ക് സംസാരശേഷിയില്ലാത്ത ആ ചോര പൈതലതാ സംസാരിച്ചു പോയി. യാ ഉമ്മ ലാ തജ്സഇ ഫഇന്നല്ലാഹ ബനാ ലകി ബൈതം ഫിൽ ജന്ന. സംസാരശേഷിയില്ലാത്ത ആ ചോര പൈതലതാ ഉമ്മായുടെ വിഷമം സഹിക്കാൻ കഴിയാത്ത വിഷമം കണ്ടപ്പോ അല്ലാഹു ആ പൊന്നും കുടത്തിന് സംസാരശേഷി കൊടുത്തു. ആ കുട്ടി അതാ സംസാരിച്ചു, ഉമ്മാ ലാ തജ്സഇ, നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ മാറ്റി വെക്കണ്ട. ഫഇന്നല്ലാഹ ബനാ ലകി ബൈതം ഫിൽ ജന്ന. ഉമ്മ, നിങ്ങൾ ഈ സഹിക്കുന്ന ത്യാഗത്തിന് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട് ഉമ്മ. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചു പോകല്ലേ, നിങ്ങളൊട്ടും പ്രയാസപ്പെടണ്ടെന്ന് ആ ചോര പൈതലങ്ങു സംസാരിച്ചപ്പോൾ അതാ മാഷിത്താ ബീവിയുടെ ഈമാൻ ഒന്നുകൂടി ഉറക്കുകയാണ്. ആ പിഞ്ചു ചോര പൈതലിനെ അതാ മാഷിത്തായുടെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അതാ പൊന്നുമോളയും മറുകൊല ചെയ്യപ്പെട്ടു. ഇന്നാ ലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പെങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പെങ്ങന്മാരോട് പറയട്ടെ, നമ്മുടെ ഈമാനിന്റെ കട്ടി എത്രയാണ്. ഏതെങ്കിലും ഒരു കാബാലികൻ വന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു വഞ്ചകൻ വന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു സാമൂഹ്യ ദ്രോഹി വന്നുകൊണ്ട് പെങ്ങളെ നിന്നോടൊന്ന് പല്ലിളിച്ച് കാണിച്ചു പോയാൽ ഈ ദുന്യാവിലെ സർവ്വതും വെടിഞ്ഞുകൊണ്ട് ഇത്രയും കാലം നിന്നെ പെറ്റുപോച്ചു വളർത്തിയ സ്വന്തം ഉമ്മായ ഉപേക്ഷിച്ചുകൊണ്ട് നിന്നെ പരിപാലിച്ചു സംരക്ഷിച്ചു പോന്ന പിതാവിനെ ഇട്ടേച്ചുകൊണ്ട് അവന്റെ കൂടെ ഇറങ്ങി ഓടിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനും ഇട്ടേച്ചുകൊണ്ട് ഈമാൻ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്ന പെങ്ങളെ, നമ്മളൊരു വേള ചിന്തിച്ചു നോക്ക്. എല്ലാം മറന്നുകൊണ്ട് ഉപ്പവാ വിട്ട് കരഞ്ഞ് കോടതിയിലേക്ക് എത്തുമ്പോ അവിടെ വെച്ചും നിനക്ക് പറയാനുള്ളത്, ഞാൻ ഉപ്പയുടെ കൂടെ പോകുന്നില്ല, ഞാൻ ഉമ്മയുടെ കൂടെ പോകുന്നില്ല, എന്റെ കാമുകനായ ഇയാളുടെ കൂടെയാണ് ഞാൻ എന്റെ ജീവിതം നയിക്കുന്നതെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന മക്കളെ, നമ്മുടെ മുൻഗാമിയായ ഒരു ഉമ്മ കാണിച്ച ത്യാഗം കണ്ടോ? ഒന്നിന്റെയും പേരിലല്ല, ഈമാൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ, അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചതിന്റെ പേരിൽ അതാ ചോര പൈതലിനെയും ആ മാഷിത്താ ബീവിയുടെ നെഞ്ചത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടുപോയി.
മാഷിത്തായുടെ നെഞ്ച് പടക്കുന്നുണ്ട്. പക്ഷേ ആ മകൾ കൊടുത്ത വാഗ്ദാനം, അല്ലാഹു സംസാരിക്കാനുള്ള ശേഷി കൊടുത്തുകൊണ്ട് മകൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഓർത്തുകൊണ്ട് ഉമ്മ സമാശ്വസിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എന്നിട്ടും മാഷിത്ത മടങ്ങാതെ വന്നപ്പോൾ അതാ മാഷിത്ത റളിയല്ലാഹു അൻഹയും നിഷ്ഠൂരം ഫിർഔൻ അങ്ങ് കൊന്നു കളയുകയാണ്.